ഹായ് ഡിയേഴ്സ്, അപ്പോൾ നമുക്കിന്നൊരു പാകിസ്ഥാനി ഷോർട്ട് കുർത്തി സ്റ്റിച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ തുണി 4 ഫോൾഡായിട്ട് മടക്കി വേണം. 4 ഫോൾഡായിട്ട് നമ്മൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നമ്മൾ 4 ഫോൾഡായിട്ട് മടക്കി ഇടുക. ആദ്യം നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. നെക്ക് ഞാനിവിടെ 2.5 ഇഞ്ചസാണ് നമ്മൾ എടുക്കുന്നത്. അത് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലെങ്ത്ത് നമ്മൾ 6 ഇഞ്ചസാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, നമുക്കത് എന്നിട്ട് ആ പോയിൻറ്റ്സ് തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിവിടെ ചെയ്യാനുള്ളത് ബാക്ക് നെക്ക് ലെങ്ത്താണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ബാക്ക് നെക്ക് ലെങ്ത്ത് നമ്മൾ 3.5 ഇഞ്ചസാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കത് കർവ് ചെയ്ത് കൊടുക്കാം. കാര്യം ബാക്ക് നെക്കാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇനി ഷോൾഡർ നമുക്കൊരു 8 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴേക്ക് ആം ഹോൾ നമുക്കൊരു 8 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കതിൻ്റെ അത് ജോയിൻ ചെയ്ത് കൊടുക്കാം. ലൈനൊന്ന് ജോയിൻ ചെയ്യാം. ശേഷം നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് 10.5 ഇഞ്ചസാണ്. അതിന് നമുക്ക് 1.5 ഇഞ്ച് സീം അലവൻസ് കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഇനിയുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ആ ലൈൻ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ശേഷം ആം ഹോളിൻ്റെ നമ്മൾ ആ ഒരു കർവിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ചസ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ താഴത്തേക്ക് ഒരു 14 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൻ്റെ 4/1. ഇതിപ്പോൾ എൻ്റെ വേസ്റ്റ് റൗണ്ട് 36 ആയതുകൊണ്ട് അതിൻ്റെ 4/1 9. 9ൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് കൂടെ ചേർത്ത് നമ്മളതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആം ഹോൾ ഈ പോർഷൻ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം താഴേക്ക് ഒരു 20 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഹിപ്പ് എത്രയാണോ അതിൻ്റെ 4/1 എടുത്തിട്ട് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് കൂടെ ചേർത്തിട്ട് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ലൈൻസ് എല്ലാം കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം ബോട്ടം വിഡ്ത്ത് നമുക്കൊരു 12 ആണ്. 12നോട് 1 ഇഞ്ച് കൂടെ ചേർത്തിട്ട് സ്ലിറ്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1 ഇഞ്ച് കൂടെ ചേർത്ത് നമ്മൾ സ്ലിറ്റ് പോർഷൻ നമ്മൾ മാർക്ക് ചെയ്യുന്നത് സ്ലിറ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം. ആദ്യം ആം ഹോൾ മാത്രം കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വേസ്റ്റ് റൗണ്ട് ഹിപ്പ് റൗണ്ട് അതെല്ലാം ചേർത്തൊന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മളെല്ലാം കട്ട് ചെയ്യുമ്പോൾ സീം അലവൻസ് ഇട്ട് വേണം കട്ട് ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്ക് നമ്മൾ ആ 4 ഫോൾഡാണ് നമ്മൾ ആ മുകളിലത്തെ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നതാണ്. അതിനുശേഷം ഞാൻ സ്ക്വയർ നെക്കാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് സ്ക്വയർ നെക്ക് ആദ്യം കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ബാക്കിൽ നമ്മൾ റൗണ്ട് നെക്ക് കൊടുക്കുന്നുണ്ട്. റൗണ്ട് നമ്മൾ വരച്ചതിന് ശേഷം റൗണ്ട് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്ക്. നമ്മൾ 4 ഫോൾഡായതുകൊണ്ട് 4 തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ട് ആ പീസ് നമ്മുടെ മെയിൻ ക്ലോത്തിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ നെക്കും ആം ഹോളും വേസ്റ്റ് റൗണ്ടും ഹിപ്പും എല്ലാം ഒന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതേ കണ്ടോ, കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് അതിനകത്ത് വന്നിരുന്ന ഒരു ബാലൻസ് ലേസ് നമ്മളങ്ങ് മുറിച്ച് മാറ്റാം. നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അതിനുവേണ്ടി സ്ലീവിൻ്റെ വിഡ്ത്ത് 8 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴോട്ട് ആം ഹോളിൻ്റെത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളൊരു അതിൻ്റെ 1 ഇഞ്ച് സീം അലവൻസ് കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ കർവ് പോലെ വരച്ചു കൊടുക്കുക. പാകിസ്ഥാനി സ്ലീവ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ബാംഗിൾ പോർഷൻ കുറച്ച് ലൂസാക്കി വേണം കട്ട് ചെയ്യാൻ. ശേഷം നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. 22 ആണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം സ്ലീവിൻ്റെ നമ്മുടെ ബാംഗിൾ വിഡ്ത്ത് ഉണ്ടല്ലോ അത് നമ്മൾ 9 ഇഞ്ചും പ്ലസ് 1 ഇഞ്ച് സെയിം കൂടെ ചേർത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 8 ഇഞ്ച് ഒരു നടുക്കത്തെ പോർഷനിൽ, അതായത് സ്ലീവിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളതെല്ലാം കൊണ്ട് ജോയിൻ ചെയ്ത് ഒന്ന് വരയ്ക്കുക. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ശ്രദ്ധിച്ച് കട്ട് ചെയ്യാം. സ്ലീവാണ്, ആം ഹോളൊക്കെ നല്ല ശ്രദ്ധിച്ച് വേണം നമ്മളിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ, കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ലുക്കാണ് കിട്ടുന്നത്. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം. അതിനുവേണ്ടി ഇവിടെ ക്രേപ്പിൻ്റെ തുണിയാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ആ ലൈനിങ്ങിൻ്റെ തുണിയുടെ പുറത്ത് നമ്മുടെ മെയിൻ ക്ലോത്ത് വെച്ച് നമ്മളെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മളിതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പം പാർട്ട് 2 വേണ്ടവർ കമൻറ്റ് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.